എനിക്ക് SFI ഒക്കെ നടത്തുന്ന പോലത്തെ ഒരു സമരം ചെയ്യാൻ കൊതിയാകുന്നു. എന്ത് സംഭവിച്ചാലും എൻ്റെ സീറ്റിന്റെ കപ്പൽ ആടില്ല എന്ന് ധരിക്കുന്ന വീണ ജോർജുമാരാണ് ഈ സംസ്ഥാനത്തിന്റെ പരാജയം. ആ പൈസയുമായിട്ട് എത്തുമ്പോൾ കാണുന്നത് കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനുള്ളിൽ കിടക്കുന്ന അമ്മയുടെ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യേണ്ടി വരുന്ന ഒരു മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തകർന്ന മനസ്സുമായിട്ടായിരിക്കും ആ മകൻ ആ നിമിഷത്തിൽ കടന്നു പോയിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയുടെ പരാജയത്തെ സൂചിപ്പിക്കുന്ന കണക്കുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം. ഒന്ന്, നമ്മൾ ഈ വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും വിവാദങ്ങളുടെ ഇടയിൽ സ്കൂട്ടായി പോകുന്ന ഒരാളുണ്ട്. ആ മന്ത്രിയുടെ പേര് ഇത്രയും നീചമായ രീതിയിൽ ഒരു ജീവൻ ഇല്ലാതെ കൊല ചെയ്ത് ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോൾ 100ഓളം കുട്ടികൾ കണ്ടു നിന്നിട്ട് ഒരു കുട്ടി പോലും അവിടെ പ്രതികരിക്കാൻ തയ്യാറായില്ല എങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ സമരങ്ങളുടെ പ്രളയമാണ്. എന്തിനാണ് ഇത്രയും സമരങ്ങൾ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ സമരങ്ങളൊക്കെ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് കേരളം വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വീണ ജോർജ് നയിക്കുന്ന പൊതുജന ആരോഗ്യ സംവിധാനത്തിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ മറയ്ക്കണം എന്നുള്ളത് CPM-ന്റെ ആവശ്യമായിരുന്നു, LDF-ന്റെ അനിവാര്യതയായിരുന്നു. ഈ അനിവാര്യതയ്ക്ക് വേണ്ടി PR സ്റ്റണ്ടുകളൊക്കെ ഉപയോഗിച്ചെങ്കിലും സാധാരണക്കാരൻ്റെ തലയിലേക്ക് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം പൊളിഞ്ഞു വീണതോടുകൂടി ഈ PR സ്റ്റണ്ടും പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. ഈ കപ്പൽ ആടി ഉലയില്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, അത് ക്യാപ്റ്റൻ ഉണ്ട്, അത് പിണറായി വിജയനാണെന്നൊക്കെ കൊട്ടിഘോഷിച്ച അഹങ്കാരിയായി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടപടലം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെയൊന്നും മറയ്ക്കാൻ കേരളത്തിലെ CPM കുട്ടിക്കുരങ്ങന്മാരായ SFI-ക്കാരെ അഴിച്ചുവിടുന്നത്. ഈ സാഹചര്യത്തിൽ അടിമുടി പതറിപ്പോയ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം, ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ്, ഇതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ഈ വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനായി ഇന്ന് ഇന്റർവ്യൂ റൂമിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വീണ S. നായരാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നമസ്കാരം വീണ. പിണറായി വിജയൻ 2.0 എന്ന രീതിയിൽ വരുന്ന രണ്ടാം പിണറായി സർക്കാരിന് സാധാരണഗതിയിൽ മുൻപുണ്ടായിരുന്ന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് എപ്പോഴും ഇവർ തടി തപ്പുന്നത്. പക്ഷേ അബദ്ധവശാൽ രണ്ടാം തവണയായതുകൊണ്ട് ഇവർക്ക് മുന്നുണ്ടായിരുന്നതും ഇവർ തന്നെ ആയതുകൊണ്ടും അങ്ങനെയൊരു പ്രയോഗമില്ല. കെട്ടിടം തകർന്നു വീണ മാത്രയിൽ നടത്തിയ പ്രസ് മീറ്റിൽ മന്ത്രി വീണ ജോർജ് പറയുന്നത് 2013 UDF സർക്കാരിന്റെ കാലത്ത് ഇത് പഴകിയ കെട്ടിടമാണ്, ഞങ്ങൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്, അതിലേക്ക് ഷിഫ്റ്റിംഗ് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തെ ഒരു കൊലപാതകം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആയിരുന്നു തലയോപ്പറമ്പിലെ ബിന്ദുവിന്റെ മരണം. അങ്ങനെ ഒരു മർഡറിനെ സാമാന്യവൽക്കരിക്കുന്ന, ലളിതവൽക്കരിക്കുന്ന ഒരു മന്ത്രിയെയാണ് കാണുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു മുന്നേറ്റമുണ്ട്. വികസന സൂചികകളിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മെച്ചപ്പെട്ട സാഹചര്യമുണ്ട്. അതിന് കേരളത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തെങ്കിലും റോൾ ഉള്ളതായി എൻ്റെ വായനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള അധപ്പതനത്തെക്കുറിച്ച് താങ്കൾ പറയുമ്പോൾ സ്വാഭാവികം നമുക്കും ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കപ്പിത്താനെ ആരാധിക്കുന്ന, ആ കപ്പലിൽ ആടിയുലയില്ല എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നത്, പിണറായിയെ പുകഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി സംരക്ഷണം ഉറപ്പാണെന്നൊരു ഇക്വേഷൻ അവിടെയുണ്ട്. അതിന്റെ ബലത്തിൽ നിൽക്കുന്ന വീണ ജോർജ്, കെടുകാര്യസ്ഥത. നമുക്കറിയാം ഉദ്യോഗ വൃന്ദം എന്ന് പറയുന്നത് അത് സർക്കാർ മാറുമ്പോൾ ഉടനെ മാറുന്നൊന്നുമല്ല. അവരെത്രയോ വർഷങ്ങളായി ബ്യൂറോക്രസി അവിടെയുണ്ട്. അപ്പൊ മികച്ചൊരു മന്ത്രിക്ക് ഈ ഉദ്യോഗസ്ഥരെ ഈ സിസ്റ്റത്തിന്റെ പരാജയമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. സിസ്റ്റത്തിന്റെ പരാജയം എന്ന് പറഞ്ഞ് കൈ ഒഴിയാൻ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുമോ? അഹങ്കാരം നിറഞ്ഞ ഒരുപാട് പ്രസ്താവനകളിലൂടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പോകുന്ന ഒരു ഘട്ടമുണ്ടായി. നമുക്കങ്ങനെ കേരളത്തിന്റെ പൊതുജനാരോഗ്യം സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റും? ഈ ചോദ്യത്തിനുള്ള ഒറ്റ വരി ഉത്തരം പറയുകയാണെങ്കിൽ, ആരാണ് സിസ്റ്റം എന്നുള്ള ഒറ്റ ചോദ്യം മറിച്ച് ചോദിച്ചാൽ മതി. സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് സിസ്റ്റം. ആ സിസ്റ്റത്തെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, ലീഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ഇവിടെ എന്നോട് ചോദിച്ചല്ലോ, നമ്മൾ കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞ ഉത്തരം, ഒരു സ്റ്റേറ്റിന്റെ ഉന്നതിയെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ നമുക്ക് വിലയിരുത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖല, ഒന്ന് വിദ്യാഭ്യാസമാണെങ്കിൽ രണ്ടാമത്തത് ആരോഗ്യമാണ്. ഈ ആരോഗ്യ രംഗത്ത് 2013 മുമ്പ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോൺഗ്രസിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രശ്നങ്ങളെ തിരുത്താനാണല്ലോ ഇവരെ പിടിച്ച് 10 വർഷമായിട്ട് ഇരുത്തിയിരിക്കുന്നത്. സിനിമ കാണാനല്ലല്ലോ ജനങ്ങൾ ഇവരെ ജയിപ്പിച്ച് ഇരുത്തിയിരിക്കുന്നത്. ഇവർ കോവിഡ് കാലത്ത് ഭയങ്കര മാനേജ്മെന്റ് ചെയ്തു, അതിൻ്റെ
പുരസ്കാരമാണ് തുടർഭരണം എന്ന് അവകാശപ്പെടുന്നവരോട് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് പഴയ ബിൽഡിങ്സിനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയാനൊന്നും പറ്റില്ലെന്നേ. അതൊക്കെ കറക്റ്റ് ചെയ്യാനാണ് ഇവരെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ പിണറായിയെ കപ്പിത്താൻ എന്നും കപ്പലെന്നും ഒക്കെ പറഞ്ഞ് പുകഴ്ത്തി 2 പഞ്ച് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ സ്വയം സംരക്ഷണ വലയത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ സീറ്റിൻ്റെ കപ്പൽ ആടില്ല എന്ന് ധരിക്കുന്ന വീണ ജോർജുമാരാണ് ഈ സംസ്ഥാനത്തിൻ്റെ പരാജയം. നിങ്ങൾ ഏത് വകുപ്പെടുത്തു നോക്കൂ, ഇതുപോലെ കുറേ പിണറായിയുടെ സ്തുതിപാഠകരെ പിടിച്ചിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരിലൂടെ ഈ സിസ്റ്റം ചലിക്കുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ആവശ്യമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം ഏറ്റവും ഒടുവിൽ ഒരു അമ്മ, ആ അമ്മയുടെ ഒരു സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഒരു മകൾ എന്നുള്ള, നമ്മളൊക്കെ മക്കളാണ് അല്ലേ, നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം, ആദ്യത്തെ ശമ്പളം നമ്മുടെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളോട് കൂടി വാങ്ങുന്ന ആ ഒരു അമ്മയുടെ സന്തോഷം ആ മകൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചേ. ആ പൈസയുമായിട്ട് എത്തുമ്പോൾ കാണുന്നത് കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനുള്ളിൽ കിടക്കുന്ന അമ്മയുടെ ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരുന്ന ഒരു മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത്രയും എത്ര തകർന്ന മനസ്സുമായിട്ടായിരിക്കും ആ മകൻ ആ നിമിഷത്തിൽ കടന്നു പോയിട്ടുള്ളത്. ആ വയസ്സായ ഒരു അമ്മ, ഭർത്താവ്, അസുഖബാധിതയായി ആശുപത്രി കിടക്കുന്ന മകൾ ആവശ്യപ്പെടുകയാണ്, അമ്മ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, അമ്മ അതിൻ്റെ അകത്തായിട്ടുണ്ട്. ആ നിസ്സഹായതയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് അവിടെ എത്തിയ മന്ത്രിമാർ പറയുന്ന ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല, ഇതിനകത്ത് ആരുമില്ല. സത്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. സിസ്റ്റമാണ് കൊന്നത്, സിസ്റ്റം തന്നെയാണ് കൊന്നത്. കാരണം ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ താങ്കളോ ഒരു സീറ്റിൽ ഇതുപോലെ ഇരിക്കുകയാണെന്ന് വെക്കുക, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, നമ്മൾ ആദ്യം എന്ത് പറയും? ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ചുറ്റുമുള്ളവരൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന തീരുമാനം, നിലപാട്, എന്തെങ്കിലും ഒരു സാധ്യത 1% ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. അടിയന്തരമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തണം. ആ രക്ഷാപ്രവർത്തനം അന്ന് അവിടെ സാധ്യമാകാതെ പോയതിന് പിന്നിൽ പല കാരണങ്ങളും പറയപ്പെടുന്നു. ഹൈ ലെവൽ മീറ്റിംഗ് അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ നടന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതെല്ലാം ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. അതിനോടൊപ്പം തന്നെ ഈ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ വന്ന് പറയുകയാണ് ഇവിടെ അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി തടയപ്പെടുകയും വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ നടന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പിന്നെയും അതിനെ ന്യായീകരിക്കുക. ഞാൻ പറയട്ടെ, ഈ ബിന്ദു എന്നുള്ള അമ്മയുടെ മരണത്തിന് മുമ്പ് ഉള്ള ആരോഗ്യ മേഖലയെ നമുക്കൊന്ന് വിലയിരുത്താം. എന്താണ് ഈ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വർഷം തന്നെ എത്ര വിലപ്പെട്ട ജീവനുകളാണ് ആന്റി റാബീസ് വാക്സിൻ എടുത്തതിന് ശേഷം ഈ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്? എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു? കഴിഞ്ഞ വർഷം എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു? അതിന്റെ കണക്ക് ഞാൻ തീർച്ചയായിട്ടും ആ കണക്ക് പങ്കിടാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ ആരോഗ്യമന്ത്രിയുടെ പരാജയത്തെ സൂചിപ്പിക്കുന്ന കണക്കുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തു പോകണം. ഒന്ന്, 600 കോടി രൂപയാണ് KMSEL-ന് സർക്കാർ നൽകാനുള്ളത്. അപ്പോൾ KMSEL-ന് കിട്ടേണ്ട തുക സമയത്ത് കിട്ടുന്നില്ല. എല്ലായിടത്തും മരുന്നുകൾ ആവശ്യത്തിന് സർക്കാർ ആശുപത്രികളിൽ ഉണ്ട് എന്ന് മന്ത്രി പറയുമ്പോഴാണ് KMSEL-ന് കോടികൾ മുടങ്ങിക്കിടക്കുന്നതും സർക്കാർ ആശുപത്രിയിൽ പോകുന്നവർക്കറിയാം എന്തൊക്കെ മരുന്ന് കിട്ടുന്നുണ്ട് എന്ന്. ഈ അമ്മയുടെ മരണം സംഭവിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ്, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ വന്ന് ആരോഗ്യ മേഖല വീണ്ടും ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. അപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞതും അദ്ദേഹത്തിന് കിട്ടാതിരുന്ന സാമഗ്രികൾ ഞൊടിയിടയിൽ ഈ വിവാദം അദ്ദേഹം പോസ്റ്റൊക്കെ ഇട്ട് ചർച്ചയായതിനു ശേഷം വന്നതും ഒക്കെ നമ്മുടെ കേരളം കണ്ടിട്ടുള്ളതാണ്. 2, കാസ്പിൽ സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും കൂടി നൽകാനുള്ളത് 1708 കോടി രൂപയാണ്. 1708 കോടി രൂപയാണ്. ഇനി കാരുണ്യ ആരോഗ്യ ബെനവലന്റ് ഫണ്ടിൽ 215 കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഹൃദ്യം പദ്ധതി 10.27 കോടി രൂപ കുടിശ്ശിക. മാതൃയാനം പദ്ധതി 43.55 കോടി രൂപ.
ഇനി രാഷ്ട്രീയ ബാല സ്വാസ്ഥ്യ കാര്യക്രം RBSK 7 കോടിയുണ്ട്. അപ്പോൾ ഇത്രയും ഈ തുകയൊക്കെ കൃത്യമായി ഡിസ്ബേഴ്സ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ആശുപത്രികളിൽ നടത്തിയില്ലെങ്കിൽ ആശുപത്രിയുടെ അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇനി പറയട്ടെ, ബിന്ദു എന്ന് പറയുന്ന അമ്മ മരണപ്പെട്ടതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച നടത്തുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ദുരന്തം നടന്ന അതേ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ളവർ എത്തിച്ചേരുമ്പോൾ കാണുന്ന കാഴ്ച, അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ തലയ്ക്കുമീതെ തുരുമ്പിച്ച കമ്പി, സിമെന്റ് പാളികൾ എപ്പം വേണമെങ്കിലും തലയിൽ പൊട്ടി വീഴാവുന്ന മറ്റൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുന്നത്. ഈ അമ്മമാര് മെറിറ്റിൽ മക്കളെ പഠിക്കാൻ വിട്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ. അവരുടെ ജീവനോടെ തിരിച്ച് വീട്ടിലെത്തിയാൽ ഭാഗ്യം എന്നേ പറയുന്നു. കാരണം അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് ആ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ ഫെസിലിറ്റി. അവിടുത്തെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, ബീഹാറിലെ, ഞാൻ മനസ്സിലാക്കുന്ന ബീഹാറിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡന്റ് ആണ്. മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ ഓക്കെ, പക്ഷേ ബീഹാറിനേക്കാളും ഗതികെട്ട അവസ്ഥയിലാണ് ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നത് എന്ന് പറയുന്ന അതിദാരുണമായിട്ടുള്ള അവസ്ഥ. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ UDF കാലഘട്ടത്തിനെ ചൂണ്ടിക്കാട്ടി വിമർശിക്കാൻ നിൽക്കുമ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്ന ഒരു ആഗ്രഹ സഫലീകരണത്തിന്റെ നടുവിലാണ് UDF സർക്കാർ ഒഴിഞ്ഞു പോകുന്നത്. അന്ന് കോടികൾ ചെലവാക്കി പുതിയ ബിൽഡിംഗ് കെട്ടിയിട്ടിട്ടും ഇന്നും ആ ബിൽഡിംഗ് രോഗികൾക്ക് തുറന്നു കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആശുപത്രിയിൽ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചെല്ലുന്ന രോഗികളുടെ തലയിലേക്ക് എപ്പം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ദുരവസ്ഥയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ കെട്ടിടങ്ങൾ ഉണ്ട് എങ്കിൽ ആ കെട്ടിടങ്ങൾക്ക് മറ്റാരെയും പഴിച്ചിട്ട് കാര്യമില്ല. മന്ത്രിയാണ് ആ സിസ്റ്റത്തെ നയിക്കുന്നത്. മന്ത്രിക്ക് ബാധ്യതയുണ്ട്. ആരാ ഈ മന്ത്രി? ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ മന്ത്രി മിന്നൽ പരിശോധന നടത്താൻ ചെന്നാൽ ആരാണ് അതിനെ തടയുന്നത്? നേരിട്ട് ചെന്നാൽ മന്ത്രിക്ക് അറിയാൻ സാധിക്കുമല്ലോ. ഇവിടുത്തെ മന്ത്രിമാരോട് ഇതിനോടൊപ്പം ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഈ വിവാദങ്ങളുടെ ഇടയിൽ സ്കൂട്ടായി പോകുന്ന ഒരാളുണ്ട്. ആ മന്ത്രിയുടെ പേര് MP രാജേഷ് എന്നാണ്. നേരത്തെ നമ്മൾ ആന്റി റാബീസ് വാക്സിൻ എടുത്തിട്ട് പോലും മരണപ്പെട്ടവരുടെ കണക്ക് പറയുമ്പോൾ ഒരു കണക്ക് പറയാതെ പോകാൻ സാധിക്കില്ല. ഒന്ന്, മഴക്കാല പൂർവ്വ ശുചീകരണം പൂർണ്ണമായിട്ടും കേരളം ആ കാര്യത്തിൽ പരാജയമാണ്. കേരളത്തിൽ വെസ്റ്റ് നൈൽ പനി, കുരങ്ങ് പനി, ഈ ലോകത്തുള്ള എല്ലാ പനികളും നമ്മുടെ കേരളത്തിലുണ്ട്. 2024 കണക്ക് പരിശോധിക്കുക, ഏതാണ്ട് 600ഓളം പേരാണ് പനി ബാധിച്ച് മരണപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ വിധത്തിലുള്ള പനികളും കേരളത്തിൽ ഓരോ സീസൺ കഴിയുമ്പോഴും മാറി മാറി പുതിയ പേരുകളും ഒക്കെ ആയിട്ട് പല പനികളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് 2024 കേരളത്തിൽ 3.16 ലക്ഷം പേരാണ് നായകടിയേറ്റ് ചികിത്സയ്ക്ക് എത്തിയിട്ടുള്ളത് ആശുപത്രികളിൽ. 3.16 ലക്ഷം പേര്. 2025 കണക്ക് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നു. 6 മാസമാകുമ്പോഴത്തേക്കും 1.5 ലക്ഷം പേര് നായകടിയേറ്റ് ചികിത്സയ്ക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വിവാദങ്ങളുടെ ഇടയിൽ സത്യത്തിൽ MP രാജേഷ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് മഴക്കാല പൂർവ്വ ശുചീകരണവും അതുപോലെ തന്നെ ഈ നായ പ്രശ്നവും. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യേണ്ടതാണ്. ആരോഗ്യ മേഖലയുമായി കൂടി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണിത്. അപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ A to Z എല്ലാ വകുപ്പുകളും പരാജയമാണ്. അതിൽ തന്നെ അതിദാരുണമായ പരാജയമായിട്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്കാണ് ഓരോ ദിവസവും പൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു 4 ദിവസങ്ങൾക്ക് മുൻപ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും അതിന് പുറകിലേക്കുള്ള ദിവസങ്ങളിലും ഒക്കെ ചർച്ച ചെയ്തിരുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ. പൊതുജനാരോഗ്യ രംഗത്ത് കേരളം 1ാം സ്ഥാനത്താണ്. അമേരിക്ക വെല്ലുന്ന തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന ഘട്ടത്തിൽ പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കി വന്നിരുന്നു. അതിന്റെ ഏറ്റവും എക്സ്ട്രീമായ വേഷനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നൊരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിലെല്ലാം പാർട്ടി എടുക്കുന്ന നിലപാട്, ഞങ്ങൾ പൊതുജനാരോഗ്യത്തെ ഞങ്ങൾ പരിപൂർണമായും ഞങ്ങൾ അടിപൊളിയാണ്, പൂർണ്ണമാണ്,
മാത്രമല്ല ഏത് തരത്തിൽ വീണ ജോർജിനെതിരെയുള്ളതിനെയും പാർട്ടി സംരക്ഷിക്കും, വീണ ജോർജിനെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. മാം, എൻ്റെ ചോദ്യം, പക്ഷെ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ SFIയുടെ ഗുണ്ടാപ്പട, ഞാൻ അങ്ങനെയാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ കേരള യൂണിവേഴ്സിറ്റി ഏറ്റവും മഹത്തരമായി ആദരിക്കേണ്ട ഒരു സർവകലാശാലയിൽ കയറി നിരങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മറച്ചു വെക്കാൻ വേണ്ടി, അത് വീണ ജോർജിന്റെ കെടുകാര്യസ്ഥത, ആരോഗ്യ മേഖലയിലെ വീഴ്ചയെ മറച്ചു വെക്കാനല്ലേ ഇങ്ങനെയൊരു നാടകം എന്ന് തോന്നിയിരുന്നു? സത്യത്തിൽ എനിക്ക് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ SFI യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിട്ടുള്ള അക്രമത്തെക്കുറിച്ച് ചോദിച്ചാണ്. എനിക്ക് SFI ഒക്കെ നടത്തുന്ന പോലത്തെ ഒരു സമരം ചെയ്യാൻ കൊതിയാകുന്നു. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നമ്മുടെ അതൊരു സമര സംഘടനയാണ്. വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 ദിവസം, ഒന്നിടവിട്ട് 2 ദിവസം ഞങ്ങൾ മാർച്ച് നടത്തി. വീണ ജോർജിൻ്റെ വീട്ടിലേക്ക് 2 തവണ മാർച്ച് നടത്തി. ആ സമയത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്തതെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 2ാമത്തെ ദിവസം ഞങ്ങൾ മാർച്ച് നടത്തുമ്പോൾ 16 റൗണ്ടാണ് ജലപീരങ്കി ഉപയോഗിക്കുന്നത്. ചിലരെങ്കിലും ദൃശ്യങ്ങളിൽ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ബാരിക്കേഡിൻ്റെ മുകളിൽ കയറുന്ന സഹപ്രവർത്തകനെ ഫോക്കസ് ചെയ്ത് അയാളിലേക്ക് ജലപീരങ്കി അടിച്ച് മുകളിൽ നിന്ന് താഴെ തെറിച്ച് വീഴുന്ന ഭയാനകമായിട്ടുള്ള, ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഈ രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ, പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ പോലീസ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ SFIയുടെ ഗുണ്ടാപ്പട, ആ ഗുണ്ടാപ്പട യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധവുമായിട്ട് എത്തുമ്പോൾ പോലീസുകാർ അവർക്ക് കയറാൻ വേണ്ട, കൈപിടിച്ച് കയറാനുള്ള സാഹചര്യം വരെ ഒരുക്കുകയാണ്. ഇതിനു മുമ്പും നമ്മളിത് കേരളത്തിൽ കണ്ടിട്ടുണ്ട്. മുമ്പ് ഒരു പോലീസുകാരൻ SFIയുടെ ആർഷോയെ, മോനെ ആർഷോ വാ എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ശിവപ്രസാദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ സമര നാടകങ്ങൾക്ക് ആ രീതിയിൽ തന്നെയാണ് പോലീസ് താലോലിച്ച് തലോടിയാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കടന്ന് കയറാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നത് പോലീസാണ്. നേരെ മറിച്ച് വീണ ജോർജിന്റെ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു കുഞ്ഞെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ KSUക്കാരോ വരികയാണെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ബാരിക്കേഡ് കെട്ടി നമ്മളെ തടയുകയാണ്. വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുകയാണ്. സമരങ്ങളോട് പോലീസ് എടുക്കുന്ന നിലപാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തലയിലാണ് ലാത്തി വെച്ച് പല നമ്മുടെ സഹപ്രവർത്തകരുടെയും തലയിലാണ് അടിക്കുന്നത്. ഒരു കാരണവശാലും തലയിൽ ആക്രമിക്കാൻ പാടില്ല എന്നിരിക്കെ ആ ലാത്തി വെച്ച് തലയിൽ അടിയേറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പല സാഹചര്യങ്ങളും നമുക്കുണ്ടാവുന്നുണ്ട്. ഈ SFI പ്രതിഷേധം നടത്തുന്നതിനെ ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ, ഒന്ന് വിദ്യാഭ്യാസവും 2 ആരോഗ്യവുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ആരോഗ്യവും വിദ്യാഭ്യാസവും, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗം തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കാത്ത തരത്തിൽ തകർക്കപ്പെട്ട അവസ്ഥയിലാണ് നിലവിലുള്ളത്. അതിന് സൂചകമായിട്ട് പറയാനുള്ള ഒരു കാര്യം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒന്ന് പരിശോധിക്കുക, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗം. മുമ്പൊക്കെ ഒരു ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ജോലിക്കായിട്ടാണ് നമ്മുടെ കുട്ടികൾ പുറത്തു പോയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹയർ സ്റ്റഡീസിന് എടുക്കുന്ന ഓപ്ഷൻ ഒരുപക്ഷെ UK അല്ലെങ്കിൽ ജർമ്മനിയോ അതുപോലെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളാണ്. ഈ കുട്ടികളെല്ലാം പോകാൻ സമ്പത്തുള്ള അല്ലെങ്കിൽ അത്രയും ഫിനാൻഷ്യലി സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളൊന്നും ആവണമെന്നില്ല. വീടിൻ്റെ ആധാരം വരെ പണയപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം അന്വേഷിച്ച് ഇവർ ഈ രാജ്യം വിട്ട്, ഈ സംസ്ഥാനം വിട്ട് ഓടിപ്പോവുകയാണ്, ജീവനും കൊണ്ടോടി. 2, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് പരിശോധിച്ചാൽ അറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2 ചെയ്ത് 11th 12th പഠിക്കാൻ പോലും ഏറ്റവും ചുരുങ്ങിയത് ഈ സംസ്ഥാനം വിട്ട് അടുത്ത സംസ്ഥാനത്തെങ്കിലും പോയി പഠിക്കുക എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇതെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിരുത്തി വിലയിരുത്തണം. ഒന്ന്, അമിതമായ രാഷ്ട്രീയവൽക്കരണം. വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ഏറ്റവും മോശപ്പെട്ട, ഇപ്പം കോളേജ്, നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റും സിൻഡിക്കേറ്റും ഒക്കെ നമ്മൾ ഫോം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനെ ശക്തിപ്പെടുത്താനാണ് എങ്കിൽ അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഏതാണോ ഭരിക്കുന്ന പാർട്ടി, ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് അവർക്ക് പിൻവാതിൽ നിയമനങ്ങൾ നടത്താനും അല്ലെങ്കിൽ അവരുടെ ആളുകളെ സ്ഥിരപ്രതിഷ്ഠ ഒരുക്കാനും ഒക്കെ വേണ്ട സംവിധാനങ്ങൾ, അതിന് കുടപിടിക്കുന്ന സംവിധാനങ്ങളായിട്ട്
കാര്യത്തെ കൊണ്ടുപോകാനാണ് ഈ സംവിധാനങ്ങൾ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. നേരത്തെ സൂചിപ്പിച്ചു, കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനമായിരുന്നു. ആ അഭിമാനമായിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന് ഇന്ന് വിലയില്ലാത്ത സാഹചര്യത്തിലേക്ക് എവിടെയെങ്കിലും കൊണ്ടെത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അവസാനത്തെയും ഉത്തരവാദി CPM തന്നെയാണ്. ഈ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഭാരതാംബ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ കഴിഞ്ഞ ദിവസത്തെ മാർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ ഒരേ സമയം ഇവരെ രണ്ടുപേരെയും എതിർക്കുകയാണ്. കാരണം വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നതും ചുമപ്പുവൽക്കരിക്കുന്നതും എന്താണ് തെറ്റായ രീതിയാണ്. അത് വിദ്യാഭ്യാസത്തിന്റെ വഴിക്ക് അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ കൃത്യമായ രീതിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് രാജ്യത്ത് ഈ മുതൽക്കൂട്ടാക്കുന്ന രീതിയിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ലക്ഷ്യം. അവിടെ കാവിക്കൊടി പിടിക്കുന്ന ഭാരതാംബയുടെ ആവശ്യമില്ല, എന്താണ് അവിടെ ഒരു ചുവപ്പുവൽക്കരണത്തിന്റെ ആവശ്യമില്ല. രണ്ടും, കാവ്യവൽക്കരണവും ചുവപ്പുവൽക്കരണവും ഒരുപോലെ തന്നെ നമ്മുടെ എന്താണ് കേന്ദ്രങ്ങളിൽ നമ്മൾ എതിർക്കപ്പെടേണ്ട കാര്യമാണ്. രണ്ട്, ഈ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാം എന്താണ് സ്റ്റുഡൻറ് പോളിറ്റിക്സിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കോൺഗ്രസിനും ഒരു സ്റ്റുഡൻറ് എന്താണ് വിദ്യാർത്ഥി സംഘടന ഉണ്ട്, ഓർഗനൈസേഷൻ നമുക്കുണ്ട്. പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കണം, അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നടത്തുന്നതിന് വേണ്ടി, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അവരുടെ സമരങ്ങൾ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞൊരു കുട്ടി അതിദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാൻ ആ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥന്റെ അച്ഛനെയും അമ്മയും നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. സത്യത്തിൽ എനിക്ക് ആ അമ്മയെ കണ്ടിട്ട് എനിക്കൊന്നും പറയാനില്ല അമ്മയോട്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല, എന്ത് പറഞ്ഞാണ് ആ അമ്മയെ ആശ്വസിപ്പിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുക, ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് വെള്ളം പോലും കൊടുക്കാതെ ഏറ്റവും മോശപ്പെട്ട മൃഗങ്ങളുമായി ഇവരെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അത്രയും നീചമായ രീതിയിൽ ഒരു ജീവൻ ഇല്ലാതെ കൊല ചെയ്ത് ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോൾ 100ഓളം കുട്ടികൾ കണ്ടു നിന്നിട്ട് ഒരു കുട്ടി പോലും അവിടെ പ്രതികരിക്കാൻ തയ്യാറായില്ല എങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പം നമുക്കൊക്കെ ഒരു നമ്മുടെ മുന്നിൽ ചാടുന്ന ഒരു മൃഗത്തെ പോലും, ഒരു പൂച്ചയോ ഒരു നായയോ ചാടിയെ പോലും നമ്മൾ അതിനെ ഉപദ്രവിക്കില്ല, പരമാവധി നമ്മുടെ കാലിട്ടൊന്ന് ചവിട്ടി ഭയപ്പെടുത്തും അല്ലേ? അപ്പൊ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്ത നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരിൽ നിന്ന് വിഭിന്നരായി SFIക്കാർ പ്രവർത്തിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ ഗുണ്ടാസംഘങ്ങളായി പ്രവർത്തിക്കുന്നെങ്കിൽ, അവരെ പേടിച്ച് 100ഓളം കുട്ടികൾ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഈ റാഗിങ്ങിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന 100ഓളം കുട്ടികൾ മിണ്ടാതെ ഭയപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അത് എന്താണ്, താലിബാനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ് ഇവിടുത്തെ സംവിധാനം പോകുന്നതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഈ SFIക്കാർ പറയുന്നത് കേട്ടു, എന്താണ് വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ചോര ചിന്തി എന്നൊക്കെ പറഞ്ഞ്. അത് നമുക്ക് കൂത്തുപറമ്പുമായിട്ട് വേണമെങ്കിൽ ബന്ധപ്പെടുത്തി പറയാം. പക്ഷെ അവിടെയും കൂത്തുപറമ്പിന് ശേഷം ഇന്നലെയും മെനിഞ്ഞാന്നും അതിൻ്റെ തലേന്നും ഒക്കെ നടന്നിരിക്കുന്ന എന്തിനാണ് ഇവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തു എന്ന് പറഞ്ഞവർ തന്നെ സ്വകാര്യവൽക്കരിക്കുന്നതിലേക്ക് നടന്നെടുത്തു. അത് പുഷ്പനെ അറിയാമോ എന്ന് പാടി പുഷ്പൻ അദ്ദേഹം മരണപ്പെട്ട ഏതാനും ദിവസം കഴിയുമ്പോഴാണ് ഈ തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അതിനുശേഷം നിരവധിയായിട്ടുള്ള ഇൻസിഡൻസ് നമ്മൾ ഓരോന്ന് ഇഴകീറി പരിശോധിച്ചാൽ ഇവർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത്. ഒരു ഭാഗത്ത് SFI ഇവിടെ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ മാർച്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ, BJPയെയും CPMനെയും സംബന്ധിച്ചിടത്തോളം ഹൈ ലെവൽ ഓപ്പറേഷൻസ് ആണ് എപ്പോഴും നടക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞ് ഓർമ്മിപ്പിക്കാം. നിർമ്മല സീതാരാമനെ കാണാൻ മുഖ്യമന്ത്രി പോകുമ്പോൾ ഗവർണറാണ് ഒപ്പമുണ്ടായത് അല്ലേ? അവിടെ ഗവർണറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഹൈ ലെവലിൽ അത്തരത്തിൽ കൂടിക്കാഴ്ചകൾ നടക്കുമ്പോൾ ഇവിടെ SFI ഗുണ്ടകൾ യൂണിവേഴ്സിറ്റി അടിച്ചു തകർക്കുന്നു, സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ശ്രമിക്കുന്നു. അവർക്ക് കുടപിടിച്ച് എല്ലാ ഫെസിലിറ്റിയും നൽകുന്നത് സംസ്ഥാനത്തെ പോലീസാണെന്നുള്ളത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഈ SFIക്കാരോട് നിങ്ങൾ പ്രതിഷേധിക്കൂ,
നിങ്ങൾ സമരം ചെയ്യൂ, ന്യായമായ കാര്യങ്ങൾക്ക് സമരം ചെയ്യൂ. സമരം ചെയ്യുമ്പോൾ നിങ്ങളുടെ പോലീസുകാരെ, SFIക്കാർക്ക് സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള സമരമാണെന്ന് ഇവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഈ ജലപീരങ്കിയിൽ തെറിച്ചു വീഴുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന പ്രതിപക്ഷ സംഘടനയിലെ യുവാക്കളെ കൂടി കണ്ടുകൊണ്ട് നിങ്ങളുടെ സമര നാടകം സമൂഹം നോക്കി ചിരിക്കുകയാണ് എന്നുള്ള ബോധത്തോടു കൂടി സമരം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും.